മെയിൽ തന്നെ 16-ലും അല്ല 19-ലും അല്ല 16-ലും അല്ല 18-ലും അല്ല 17 തന്നെ സെയിം ഡേ May 17. കലണ്ടർ നോക്കിക്കോ. അടുത്ത ഇതേ May 17 നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കരിദിനമായിട്ട് ആചരിക്കും ഈ തോക്ക് വിഷയത്തിന്റെ പേര്. അടുത്തൊന്നൊരു പോലീസുകാരൻ അയ്യേ സാറേ അയാൾ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു നടന്ന പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്തു. ഒന്നും ജീവനോടെ ഉണ്ടായിട്ടില്ല. ഈ ആത്മഹത്യ എന്ന് വാർത്തയിട്ട ലേബി സജീന്ദ്രൻ ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്ത കേരളം കണ്ടു. മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറെ ചോദിച്ചു. അപ്പോൾ അതുമില്ല. പിന്നെ എങ്ങനെ ഈ 1mm ഇത് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അത് വെടിയുണ്ട വന്നപ്പോൾ തട്ടിക്കളഞ്ഞാണ്. അപ്പോൾ കോടതി ചോദിച്ചു താനെന്തോടെ രജനീകാന്താണോ എന്ന് ചോദിച്ചു. ചിരിച്ചിരിച്ച് പണ്ടാരം അടങ്ങി. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഡെയിലി ഞാൻ 250 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഒരു നേരം കഴിക്കാറുള്ളൂ. ക്യാൻസർ രോഗികൾക്ക് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് 100-300 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് എന്ത് പുല്ലിനെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്. പക്ഷെ എന്നെ ഒരു കള്ളസ്വാമിയാക്കി, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവനെ ആ രീതിയിൽ ഇവിടെ ഇതാക്കി, എന്നെ ടാർഗറ്റ് ചെയ്തവന്മാരെ എല്ലാം ഇതാക്കി. ഈ കൊച്ചിയിൽ നിന്ന് പോകുന്ന സമയം വരെ എനിക്കും എൻ്റെ അമ്മയ്ക്കും അവസാനം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതാക്കി. ഇതിൻ്റെ കഥ പറയാനും ഈ വിഷയം പറയാനും DGP അറിയിക്കാൻ പോയപ്പോൾ റോട്ടിൽ നിന്ന് എൻ്റെ പേരിൽ എന്നെ പിടിച്ചകത്തു 6 ദിവസം. അതായിരുന്നു CPM-ൻ്റെ ലാസ്റ്റ് കളി. പിന്നെ CPM-ന് നിക്കറിടാൻ സമയം കൊടുത്തിട്ടില്ല. ഇതെല്ലാം വെച്ചിട്ട് ജഗതി ശ്രീകുമാർ ഒരു വളരെ മോശമായിട്ടൊരു ഹിമവൽ ചൈതന്യ എന്നുള്ള ഇതാക്കി. ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ജഗതിയുടെ അടുത്ത്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ എന്നെ മോശമാക്കി ഒരു പിക്ചർ കൊണ്ടുവന്നത്? ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് അല്ലല്ലോ. തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറയും. ആ പേടി അയാൾക്ക് ബാക്കിയുള്ള ഉണ്ടാവണം. ഇനി സന്യാസിമാരെ ഹിന്ദുക്കളെ ഈ ധർമ്മത്തെ തകർക്കുന്ന പണി ഇവന്മാരും ചെയ്യരുത്. തോക്ക് കയ്യിലിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങ് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. അന്ന് വരെ അപ്പോൺ ഗോഡ്, അന്ന് വരെ എനിക്ക് ഒരു അധോലോകവുമായിട്ടോ ഒരു ഇതുമായിട്ടോ എനിക്ക് ഒരു ബന്ധമില്ലായിരുന്നു. അൺടിൽ May 17, 2008. പക്ഷെ ഇന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സ്വാമി നമസ്കാരം. നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയുടെ മാസ് പ്രകടനം എന്ന് പറയപ്പെടുന്ന, എനിക്കറിയില്ല അത് മാസമാണോ എത്തരത്തിൽ മാസമാകും എന്നും അറിയില്ല. ഇതിൽ പക്ഷെ കൊച്ചിയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കൊച്ചിയിലെ ലഹരി ഒഴുക്കുന്ന കേന്ദ്രങ്ങൾ എന്താണെന്ന് കൊച്ചിക്കാരോട് ചോദിച്ചാൽ അറിയാം. അത്തരത്തിലൊന്നും നോക്കാതെ കുറേ കുട്ടികളെ ഹോസ്റ്റലിൽ കയറി പിടിക്കുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നു, അവരിനി പോവാണ്ടിരിക്കാൻ ഒരു 10 ദിവസത്തെ കൗൺസിലിംഗ് കൊടുക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് എഴുതി ഡോക്ടർ അറ്റസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ പുറത്ത് വിടുന്നു. അത്തരത്തിൽ മാത്രമായിട്ട് ഈ ലഹരി മാഫിയ തൂഫാൻ മാറിപ്പോകുന്നുണ്ടോ? കറക്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു തലയെ വെട്ടാണ്ട് കടയ്ക്കൽ പോയിട്ട് പൂ പറിക്കുന്ന പോലെ ഇത് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ശരിക്കും മാസമാണോ? അങ്ങേക്ക് തന്നെ ഇത് മനസ്സിലായില്ലേ? ഇത് ഓരോ കുടുംബത്തിലെ ആൾക്കാരും ഇതേ ചോദ്യം അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക. ഇത് അങ്ങൊരു ആയുർവേദ ഇത് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം രോഗത്തെയാണോ രോഗകാരണത്തെയാണോ ആദ്യം ചികിത്സിക്കേണ്ടത്? കാരണത്തെ. രോഗകാരണത്തെ ഇവർ തൊടുന്നില്ല. ഇവർ ഈ പുറത്ത് മാത്രം ഇങ്ങനെ ചികിത്സ നടത്തുകയും തൊടുകയും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ 2 കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യമായിട്ട് പോലീസിനെ ഈ തൂഫാൻ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം പോലീസിൻ്റെ ജോലി തൂഫാനിൽ ആൾക്കാരെ പിടിക്കലല്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിൻ്റെത് ലോ ആൻഡ് ഓർഡർ നോക്കലാണ്. ലോ ആൻഡ് ഓർഡർ നോക്കാതെ പോലീസിനെ മറ്റു മേഖലകളിൽ വണ്ടി പിടിക്കാൻ വേണ്ടി MVDയുടെ പണിക്കും, എക്സൈസിൻ്റെ പണിയാണ് ഈ മയക്കുമരുന്നും ലഹരിയും മദ്യവും ഒക്കെ പിടിക്കുന്ന കാര്യം. ആ പണി ഇവർക്ക് വിട്ടു. അപ്പം ഒരു മന്ത്രിക്ക് മാസാവാൻ വേണ്ടി പോലീസിനെ ആസാക്കുന്ന അവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അങ്ങ് ചോദിച്ചതിൻ്റെ ഒരു ഏറ്റവും സിമ്പിൾ വാക്കതാണ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന പ്രശ്നം, നമ്മുടെ പോലീസ് ഭയങ്കരമായിട്ട് പ്രഷറിലാണ്. ഒരു ദിവസം പോലീസ് കടന്നു പോകുന്ന, അവർ മനുഷ്യരാണ്, അവരെ കൊണ്ട് പട്ടിപ്പണിയാണ് എടുപ്പിക്കുന്നത്. മാത്രമല്ല അവരുടെ അടുത്ത് പരാതിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. അവർ പരാതിയായിട്ട് തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർ റോട്ടിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആൾക്കാരെ കാണുന്നില്ല, ഉദ്യോഗസ്ഥരില്ല കാര്യം അന്വേഷിക്കാൻ, എല്ലാവരും ഈ തൂഫാൻ്റെ പുറകെ കിടക്കുകയാണ്. പിന്നെ ഇവർക്കുള്ള വിശ്രമമില്ല. ഇവർക്ക് ഈ മാതാപിതാക്കളെ കാണാതെ മക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുഞ്ഞു മക്കളുകൾ പോലും അച്ഛനെവിടെ അമ്മയെവിടെ അവർ ഡ്യൂട്ടിയിലാണെന്ന് പറയും. പിന്നെ ഇവർക്ക് 8 മണിക്കൂറുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ 8 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. പോലീസിനും 8 മണിക്കൂർ തന്നെ കൊടുക്കണം. അതാണ് അതിലെ ഏറ്റവും വലിയ
ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നത്. അല്ലാതെ SHOയ്ക്ക് ഇനി ഒരു സ്റ്റേഷൻ മൊത്തവും 3 സ്റ്റേഷൻ്റെത് മൊത്തം CIക്ക് എന്നുള്ള പരിഷ്കാരമൊക്കെ മാറ്റിവെക്കും. അതിപ്പം ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. അദ്ദേഹത്തിൻ്റെ ജാതകവും അനുസരിച്ച് അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യും എന്നുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പുള്ളി. എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ പറയാം. പക്ഷെ അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനൊരു തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഭയമുണ്ടാവും. ഒരു നേതാവ് ആദ്യം എടുത്ത് കളയേണ്ടത് ഭയം, ഫിയർ ഫാക്ടറാണ്. സ്വന്തം ജീവൻ ത്യജിച്ചും പ്രജകളുടെ വിശ്വാസം നേടിയെടുക്കുന്നവനാണ് ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ 2 എറർ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി തോട്ട് ആദ്യം കൊടുക്കുന്നതേ ഞാനാണ്. എത്രയോ എൻ്റെ തോക്ക് വിഷയത്തിന് മുമ്പ് എൻ്റെ നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ കണ്ടതും നമ്മൾ അങ്ങോട്ട് നല്ലൊരു റിലേഷൻ അന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കുണ്ട്, പുള്ളിക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ കേസിൽ ഞാനും ഇടപെടാറില്ല, എൻ്റെ കേസിൽ പുള്ളി ഇടപെടാറില്ല. നമ്മൾ രണ്ടും 2 മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു പല ആൾക്കാർക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടാവും, ചില കുഴപ്പങ്ങളും ഉണ്ടാവും. എൻ്റെ കുഴപ്പങ്ങളെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അടുത്ത ആൾക്കാർ പറഞ്ഞ് തിരുത്തുമ്പോൾ ഞാനൊരു ഈഗോയും വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നന്നാവില്ല. പിന്നെ ഞാൻ സുഖിപ്പിക്കത്തില്ല. ഞാൻ പറയാനുള്ള മുഖത്തോക്കി പറയും. കാരണം എനിക്ക് ആരെ കൊണ്ടും പ്രത്യേകിച്ചൊരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം രമേശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വെച്ചിട്ട് ചുമ്മാ കുറേ പേര് കളിപ്പിക്കുന്നുണ്ട്. ഇപ്പം തന്നെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അദ്ദേഹത്തിന് പല മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ചരിത്രപരമായിട്ടുള്ള മാറ്റം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. തൂഫാൻ അല്ല ഇവിടെ കളിക്കേണ്ട സാധനങ്ങൾ. തൂഫാൻ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ തൂഫാനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര വലിയ ഒരു മാസകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് എല്ലാവർക്കും യോഗമുണ്ട്, അനുഭവ യോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് ജ്യോത്സ്യം പറയും. പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല. കാരണം അനുഭവ യോഗം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ രമേശ് ചെന്നിത്തലയിലുള്ള ആ ഒരു യഥാർത്ഥ ഒരു സാധനം പുറത്തു വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സൂക്ഷ്മ തലത്തിൽ വേറെ മാറ്റങ്ങൾ വരുത്തണം. കുറേ അമ്പലങ്ങളിൽ പോയിട്ടോ ഈ കള്ളന്മാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ ചെന്ന് പൂജ നടത്തിയിട്ടോ സിദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് സഹായം തേടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഇവിടെ ഈ തൂഫാൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു, ഒഴുകി വരുന്ന പരൽ മീനുകളെയും മാത്രമാണ് പിടിക്കുന്നത്. വലിയ സ്രാവിനെ തൊട്ടിട്ടില്ല. 2 അക്ഷരക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അയാൾ കേരളത്തിലെ ഇവിടുത്തെ സംഖ്യയാണ്. അയാളുടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്നറിയാം. അയാൾ ഈ പറയുന്ന പോലെ RSSനകത്ത് ഒരു NSS കരയോഗത്തിൻ്റെ ആളാണ്. അതുപോലെ സമുദായവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചാൽ രമേശ് ചെന്നിത്തല അവർക്കെതിരെ നീങ്ങില്ല. അതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തൊടാത്തത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ അടിച്ച് തൂക്കിയെടുത്ത് അകത്തിടാനോ അയാൾക്കെതിരെ നിയമപരമായിട്ട് നടപടിയെടുക്കാനോ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാറി ഒരു കാത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും അദ്ദേഹത്തിൽ എത്താൻ പോണില്ല. അതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ ഈ ടോപ്പിക് ഇവിടെ ഞാൻ പറയാൻ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പത്മ അവാർഡ് കരസ്ഥമാക്കിയ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് പോകുമ്പോ എങ്ങനെ ഇത് കിട്ടി എന്നുള്ളൊരു ചോദ്യം സ്വാമി നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം. 124-27 കേസുകളില് പ്രതിയാണെന്ന് പറയുന്നു. അത്തരത്തിലൊരാൾക്ക് അദ്ദേഹത്തിന് അനുഭവയോഗം കൂടിയത് കൊണ്ടാണോ? അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അല്ല അദ്ദേഹത്തിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം കേരള സ്റ്റേറ്റ് റെക്കമെൻഡ് ചെയ്തില്ല. അത് പിന്നീട് അതിൻ്റെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രലാണ്. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലും ഈ BJPയിൽ നമുക്കറിയാം. ഇന്ന് BJP എന്ന് പറഞ്ഞൊരു കൊള്ളസംഘമാണ് കേരളത്തിലെ. ഇവന്മാർ നടന്നത് ഇപ്പം തന്നെ വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ, ഇലക്ഷൻ ഫണ്ട് വെട്ടിപ്പ്, ഇതെല്ലാം. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ കള്ളനാണ്, മോശമാണ്, കള്ളസ്വാമിയാണ്, അവൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് അവൻ്റെയൊക്കെ അമ്മയും പെങ്ങളെയോ മകളെയോ ആരെങ്കിലും ഭദ്രാനന്ദ പീഡിപ്പിക്കാൻ പോയോ? അല്ലെങ്കിൽ അവർക്കാരെങ്കിലും ഗർഭം ഉണ്ടാക്കി കൊടുത്തോ? അവരുടെ നിന്ന് 100 രൂപയെങ്കിലും ഞാൻ മേടിച്ചോ? ഏതെങ്കിലും രീതിയിൽ തെറ്റിച്ചോ? പിന്നെ ഇവരൊക്കെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന സ്വാമിമാരെക്കാളും കൂടുതൽ ഇവിടെ സിദ്ധി എന്താണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭദ്രാനന്ദാണെന്ന് ഇന്ന് സമൂഹത്തിന് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്.
പിന്നെ എന്ത് രീതിയിലാണ് ഇവന്മാർ എന്നെ കള്ളസ്വാമി എന്ന് പറയുന്നത്? ഞാനൊരു പഴയ സ്വയം സേവക, ഇവർ യഥാർത്ഥ സ്വയം സേവനെ കണ്ടിട്ടില്ല. ഈ കച്ചവടക്കാരന്മാർക്ക് ഇവന്മാർക്ക് ധർമ്മബോധം ഉണ്ടോ? ഓരോ ജില്ലകളിലും 3-4 പെണ്ണുങ്ങൾ രാവിലെയും വൈകിട്ടും കുളിരും മറ്റേ ഇക്കിളി മെസ്സേജും അയക്കുന്നവനാണ് BJPയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നവന്മാർ. അതിൽ ആരുടെ പേരാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ ഇവന്മാർക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവന്മാർ, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം BJPയെ കരുവാക്കുന്നവർ, ആരാധ്യനായ നരേന്ദ്രമോദിജിയെയും അമിത്ഷാജിനെയും പോലും പേര് വെച്ചിട്ട് ഇത്രയും പറ്റിക്കുന്ന ഇവന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് നരേന്ദ്രമോദി, എന്ത് 56 ഇഞ്ച് ചെസ്റ്റ്, ഒന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ളവൻ തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം വേണം. ഞാനതാണ് എപ്പോഴും മാധ്യമങ്ങളിലൂടെ ഞാൻ പറയുന്നത്. ഞാനൊരു തന്തയില്ലായ്മ കാണിച്ചു, ഒരു ദേശവിരുദ്ധ പ്രവർത്തനം കാണിച്ചു, ഒരു തിന്മ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കണം. നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കണം. ഞാൻ അതാണ് എപ്പോഴും എൻ്റെ മീഡിയ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കാലത്ത് അവർ എന്നെപ്പറ്റി ഒരു 3 പേരുടെ മംഗളം, മനോരമ, മാതൃഭൂമിയുടെ നറേഷൻ വെച്ച് അവർ നീങ്ങിയിരുന്നു. അന്നതായിരുന്നു ആത്മഹത്യാശ്രമം. തോക്കുസ്വാമി ആയത് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരുടെ കുറച്ച് എഴുത്തുകൾ കൊണ്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ആ ആത്മഹത്യാ ശ്രമത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അത് എന്തായിരുന്നു അതിന്റെ ഒരു എക്സാക്ട്? ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് NDF-കാരൻ്റെ വീട് ആക്രമിക്കാൻ വരുന്നു. അവർക്കെതിരെ ഞാൻ മാറാട് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഫൈറ്റ് നടക്കുന്നു. ആ സമയത്ത് സന്തോഷ് മാധവന്റെ വിഷയം വരുന്ന സമയമാണ്. G. സുധാകരൻ പറഞ്ഞു, ശിവഗിരിയിലെ സന്യാസിമാരൊക്കെ അടിവസ്ത്രം ധരിക്കാതെ മണി ഇങ്ങനെ ആട്ടി പൂജ ചെയ്യുന്നവരാണ്. അവർ നേർത്ത തുണിയിട്ടാണ് പൂജ ചെയ്യുന്നത്. ഇത് കാണാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകൾ അവിടെ പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് G. സുധാകരനെ വിളിച്ച് ഞാൻ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്റെ ആസനത്തിൽ കുന്തം കുത്തുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, കുന്തമല്ല, അവൻ്റെ ആസനത്തിൽ ഗതയാണ് കുത്തേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും എൻ്റെ എറണാകുളത്ത് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീട്ടിൽ അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരവിടെ ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ടും ഇതായിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ എൻ്റെ സെക്രട്ടറി പറഞ്ഞു, വേണ്ട, നമുക്ക് 2 ദിവസത്തേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആലുവയിൽ 2 ദിവസത്തേക്ക് ഞാനും അമ്മയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ഉള്ള വീടാണ്. അവിടെ പോയി നിൽക്കുമ്പോഴുണ്ട് ഇവർ അറിഞ്ഞിട്ട് നേരെ അവിടെ വരുന്നു. അവിടെ വന്നിട്ട്, നിന്റെ ഒപ്പം ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരുത്തി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, സന്തോഷ് മാധവന്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലോ, നീ ഒരുത്തി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവളെ ഇറക്കി വിടറാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിക്കുന്നു. തലേ ദിവസം രാത്രി മാതൃഭൂമിയിൽ നിന്നൊരു അവിടുന്ന് ഒരു കോള് വരുന്നു, സ്വാമിയുടെ കൂടെയുള്ള ആൾ ആരാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ്. ഉറപ്പാണോ? എനിക്ക് ഉറപ്പാണ്. എന്ത്? അല്ല, സ്വാമിയുടെ അമ്മയല്ല എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പബ്ലിഷ് ചെയ്യണം, എന്ത് വില കൊടുത്ത് ഇതൊന്നും ഇതാക്കണം, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കും മോനും ഇറങ്ങി റോട്ടിൽ നടക്കാൻ പറ്റില്ല. മീഡിയയുടെ പവർ അതാണല്ലോ. ഞാൻ ആ രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുകയാണ് ആ സെറ്റിൽ. അപ്പം എൻ്റെ അമ്മ എന്നെ വളർത്തിയതും എൻ്റെ അമ്മയും ഞാനുമായിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഞാൻ സമൂഹത്തിന് പിന്നെ ഫേസ് ചെയ്യും? അപ്പോഴാണ് ഫ്രണ്ടിൽ ഒരു കൂട്ടം ടീം 10-70ഓളം വരുന്ന ആൾക്കാർ എൻ്റെ വീട്ടിൽ ഇറക്കി വിടറാ നിൻ്റെ ഒപ്പമുള്ള സ്ത്രീ എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കി വരുന്നത്. അപ്പോൾ എൻ്റെ ലൈസൻസ്ഡ് ഗണ്ണാണ്. ഞാൻ ആ ഗണ്ണെടുത്ത് ലോഡ് ചെയ്ത് ഏത് നായിൻ്റെ മോനോടെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ തെറിയും വിളിച്ചിട്ട് ഞാൻ ചാടി ഇറങ്ങുകയാണ്. എനിക്കിത് കേട്ടിട്ട് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന പോലെ വേദപുസ്തകവും കിണ്ടിയും മണിയെടുക്കുന്ന ഒരു രീതി എനിക്കില്ല. ഞാൻ വലത്തെ കർണത്തെ അടിക്കാൻ കൈ പൊക്കി കഴിഞ്ഞാൽ ഇടത്തെ കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമല്ല. ഈ കൈ പൊക്കാനവൻ തുടങ്ങുമ്പോൾ അവൻ്റെ 2 കൈയും ഇല്ലാണ്ടാക്കുന്ന രീതിയെ എനിക്കറിയുള്ളൂ. ഞാൻ അത് തന്നെയാണ് എൻ്റെ ശീലം. പണ്ടത്തെ കാലം ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാൻ പഠിപ്പിച്ച ഒരു പരമ്പരയുടെ ഭാഗമാണ് ഞാൻ. 100 വർഷം മുമ്പ് ഇന്ത്യ രാജ്യം സംരക്ഷിച്ചത് എൻ്റെ പരമ്പരയിലെ സന്യാസികളാണ്. അല്ലാതെ ഇവിടുത്തെ സംഘപരിവാർ ശക്തികളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല. രാജാവ് യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ആ രാജാവിൻ്റെ ജോലിയും ആ കർമ്മവും കൂടെ ധർമ്മത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഒരു പരമ്പരയാണ് എൻ്റെത്. സോ എനിക്ക് അങ്ങനെ മാറി നിന്ന് ശീലമല്ല. ഞാൻ ഇറങ്ങി ചോദിച്ചു, അവരെ തിരിച്ചങ്ങോട്ട് റിറ്റാലിയേറ്റ് ചെയ്തപ്പോൾ അവന്മാർ അന്ന് ഓടിയ വഴിയാണ് ഇന്ന് മെട്രോ റെയിൽ ആലുവയിൽ പോകുന്നത്. അങ്ങനെ പോലീസ് അവിടെ വരുന്നു. പോലീസ് വന്നിട്ട് അപ്പോൾ ലേബി സജീന്ദ്രൻ എന്ന് പറയുന്ന അന്ന് മനോരമയിലെ റിപ്പോർട്ടറാണ്. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറയില്ലേ. ലേബി സജീന്ദ്രൻ എന്നെ വിളിക്കുന്നു. അവർ തലേദിവസം എനിക്ക്
പറയാനുള്ള ഒരു സ്പേസ് തന്നുകൊണ്ട് എനിക്ക് അത് എല്ലാ മാധ്യമങ്ങളും എൻ്റെ തല കാണിക്കുന്നു, അവർ ബാക്ക്ഗ്രൗണ്ട് നറേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ലേബി ഇങ്ങനെ ഒരു എനിക്ക് പറയാനൊരു സ്പേസ് പോലും തരുന്നില്ലല്ലോ, എന്താ സംഭവം എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല. ഇവർ തലേ ദിവസം എനിക്കൊരു 10 മിനിറ്റ് എനിക്ക് ഒരു ഡയറക്റ്റ് ഇത് പറയാൻ തന്നതിൻ്റെ ഒരു ബഹുമാനം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലേബിയുടെ അടുത്ത് പറഞ്ഞു, ലേബി ഞാനും എൻ്റെ അമ്മയും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കയറി വന്നു, ഇത്രയും പേരെ ആക്രമിക്കാൻ വന്ന് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യും സ്വാമി, എങ്ങനെ രക്ഷപ്പെടുക, എന്താ ചെയ്യുക ഇപ്പോൾ? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു ഗണ്ണുണ്ട്. അയ്യോ സ്വാമിയുടെ കയ്യിൽ തോക്കുണ്ടോ? ഞാൻ പറഞ്ഞു ആ തോക്കുണ്ട്. ഞാൻ പറഞ്ഞു എന്നിട്ട് ലേബി എടുത്തു, ലേബി എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, മറ്റ് സന്യാസിമാരെ എല്ലാവരെയും ഈ സന്തോഷ് മാധവൻ്റെ പേര് പറഞ്ഞ് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. ഇത് ശരിയല്ല, തെറ്റുകാരെ ഇതാക്കി. എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ റെഡിയാണ്, നിയമത്തിൻ്റെ മുന്നിൽ ഏത് അന്വേഷണത്തിനും ഞാൻ റെഡിയാണ്. അപ്പോൾ പറഞ്ഞു, ഓ തോക്ക് ചോര, അതായത് ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്, എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ, ഒരു പട്ടിക്കും പൂച്ചയ്ക്കും എൻ്റെ ചോര ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ തോക്ക് ചോര എന്ന് ഇങ്ങനെ അവൾ റിപ്പീറ്റ് ചെയ്തിട്ട് അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ്. ലേബി. പിന്നെ ഫ്ലാഷ് ന്യൂസ് വരുന്നത് എന്താണെന്നറിയോ? ഹിന്ദു സന്യാസി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ തോക്കുമായി ആത്മഹത്യ ഭീഷണി മുഴക്കി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇതാണ് മീഡിയ. അവർക്ക് സ്കൂപ്പ്, അവരുടെ ഇത് മാത്രമായിരുന്നു. ഇത് കേട്ട് പോലീസുകാർ അവിടെ എത്തി. പോലീസുകാർ പറഞ്ഞു, സ്വാമി വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു എന്ത് വേണ്ട, എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവട്ടെ, എന്തിനാ ഇവന്മാർ എല്ലാ സന്യാസിമാരെയും കയറി അടിക്കുന്നതെന്ന് ഞാനൊരു വാക്ക് അവരോടും പറഞ്ഞു. ഇവരെ നേരെ അന്നേരം പോലീസ് സ്റ്റേഷനിലേക്ക്, ആലുവ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഞാനാണ് അവരോട് പോകുന്നത്, ഞാനാണ് CIനെ വണ്ടി കയറാൻ പറയും. എനിക്ക് CI ആണ്, അദ്ദേഹത്തിൻ്റെ പവർ എന്താണെന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഞാൻ അവരെല്ലാവരും എനിക്ക് തുല്യരാണ്. ഒരു ധാർമ്മിക നേത്രങ്ങളാൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധർമ്മത്തിൻ്റെ ഭാഗം കാണുമ്പോൾ എല്ലാവരും നമുക്ക് ഈക്വലാണ്. ഞാൻ വണ്ടി എടുക്കാൻ പറഞ്ഞു, CIയുടെ വണ്ടി. അപ്പം ഡ്രൈവർ ഇങ്ങനെ നിൽക്കുക, ഓർഡർ ഇല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതൊക്കെ പിന്നീട് കോമഡി ആയിപ്പോയി, അതാണ് രസം. CIനെ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ വണ്ടിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്, അതുപോലെ ഞാൻ ഡോർ തുറന്ന് ഫ്രണ്ടിൽ കയറി CIയുടെ സീറ്റായിപ്പോയി. ഞാൻ അതിനകത്ത് കയറിയിരുന്നു, വണ്ടി എടുക്കാൻ പറഞ്ഞു. CI ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. CI നേരെ പോലീസ് തുറന്ന് ബാക്ക് സീറ്റിൽ CI ഇരുന്നു. അതൊക്കെ ഭയങ്കര വാർത്തകളായിരുന്നു. പിന്നീട് CIനെ ബാക്ക് സീറ്റ് ഇരുത്തി ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത. ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്ന് പോലീസ് അവർക്ക് എന്ത് ചെയ്യാൻ, അവർ മാന്യമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറി. അവർക്ക് എൻ്റെ കഥ മനസ്സിലാക്കി. ഞാനൊരു ഫ്രോഡോ തട്ടിപ്പോ ഒന്നും അല്ലെന്ന് അവർക്ക് അറിയായിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്ന് സംസാരിച്ചു. മൊബൈലിന് എന്താ ചാർജ് തന്നില്ല, ചാർജ് വരെ കുത്തി കൊടുത്തു. കൊടിയേരിനെ ബാലേട്ടാന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ പിന്നായിട്ട് കൊടുത്തു. ഞാൻ അകത്തുനിന്ന് ചോദിച്ചത്രേ ഉള്ളൂ, എന്തിനാണ് ഈ പറയുന്ന സന്യാസികളെ മാത്രം ഹിന്ദു സന്യാസികളാക്കുന്നത്? അന്ന് ഇവിടുത്തെ ഈ സംഘപരിവാർ ശക്തികളെന്ന് പറഞ്ഞ് നടക്കുന്നവർ, സുരേന്ദ്രൻ, മറ്റേത് മറിച്ചത്, ഈ അമ്പല സംരക്ഷകർ, ശബരിമല സംരക്ഷകർ, മറ്റേ ഇത് മറിച്ചെന്ന് പറഞ്ഞ് ഇവന്മാരൊന്നുമില്ല. എല്ലാവരും പാവാടയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയും അതുപോലെ തന്നെ മാളത്തിലിരുന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ ഈ പരാക്രമികളെന്ന് പറഞ്ഞത്. നരേന്ദ്രമോദിജി 2014 വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോന്നായിട്ട് കുമ്പിള് പോലെ പൊങ്ങി വന്നത്. അതുവരെ ഇവരില്ല. യഥാർത്ഥ RSSന്റെ വീര്യം 1992 നിന്നതാണ്. പിന്നെ RSSന്റെ വീര്യം ഇവിടെ കണ്ടിട്ടില്ല. ഞാനൊരു പഴയ സ്വയംസേവകാണ്. എനിക്കറിയാം എന്താണ് സംഘം എന്നും സംഘം പഠിപ്പിച്ച ധർമ്മം എന്താണെന്നും. അത് ഒരുത്തനില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മളത് വർക്ക് ചെയ്യും, അതിനുവേണ്ടി ഡിഫെൻഡ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും, എല്ലാം ചെയ്യും. ഇറങ്ങി അവിടെ ചെന്നു സംസാരിച്ചു. അപ്പോഴത്തേക്കും ഇന്ത്യ വിഷനിലെ ഹൈദരാലി വന്ന് ഓടിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് എന്തിനാണ് നമ്മളകത്തേക്ക് വിടാത്തത്? അപ്പം ലേബി സജീന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ സ്ത്രീയെ ഒന്ന് അകത്തേക്ക് വിടും. അപ്പോഴും ഇവിടെ എനിക്കിട്ട് പാര വെച്ചത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല TV-യിൽ. ഞാൻ അപ്പോഴും ഒരു നല്ല മനസ്സോടുകൂടി അന്ന് എനിക്ക് മനസ്സിലായി, ഈ നന്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ഒന്നും ആവില്ല. ഞാൻ അവരെ അകത്തോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. എൻ്റെ സൈഡിൽ അവരിയ്ക്കുന്നു. ഉടനെ ഇന്ത്യ വിഷനിലെ ഹൈദരാലി അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, പോലീസുകാരെന്താ നമ്മളകത്ത് വിടാതെ അവളെ മാത്രം അകത്തേക്ക് വിട്ട ആ സ്ത്രീയെ ഭദ്രാനന്ദന് കൂട്ടിക്കൊടുക്കുകയാണോ എന്ന് പോലീസ് എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ബാബുകുമാറിന് പ്രാന്തായി. ബാബുകുമാർ SI എന്നിട്ട് ഒരാഴ്ച അടി അവൻ്റെ ചേർത്ത് കൊടുത്തു. എല്ലാ പത്രക്കാരും ഇതായാലും ബഹളമായി. ആ ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി. ഞാൻ പറഞ്ഞു, നിനക്കൊക്കെ എന്താ ഇവിടെ, നീക്ക് സമാനം തരില്ലെന്ന് ചോദിച്ചു. എന്താ നിനക്കൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ഈ വാർത്തയുടെ ഇത് വെച്ചിട്ട് പറയുകയാണ്, ഈ ഹൈദരാലി, നീ കുറെ നേരമായിട്ട് തോക്കുമായിട്ട് നിൽപ്പുണ്ടല്ലോ, നീ തോക്കുമായി ആത്മഹത്യ ഭീഷണി മുഴക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് നമ്മൾ വന്നത്. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് അതിൻ്റെ മോനെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്? എനിക്കെൻ്റെ ആവശ്യം തന്നെ. അപ്പം നീ അപ്പോഴത്തേക്കും ബേബി എന്ന് പറയുന്ന വേറൊരു മാധ്യമത്തിലെ അതുകൊണ്ട് വെടി വെക്കണമെങ്കിൽ വെച്ചിട്ട് പെട്ടെന്ന് പോടാന്ന് പറഞ്ഞു.
അപ്പോൾ പോലീസ് അവിടെ നിന്ന് പിടിയും വലി എന്നെ ബാക്കിലോട്ട് ഞാൻ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ പോലീസ് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ചു. ഞാൻ ഈ കൈ എടുത്തും കുടഞ്ഞു. ഈ പോലീസുകാരെല്ലാം അങ്ങോട്ട് തെറിച്ചു പോയി. ആ പിടിയും വലിയ അവിടെ വെച്ചിട്ട് 2 പ്രാവശ്യം ഫയർ ആവും. ഒരു വെടി മേളിലോട്ടും പോയി, ഒരു വെടി എൻ്റെ കൈക്കകത്തൂടെയും പോയി തറയിൽ വന്ന് ഇതാവും. ഇതാണ് അവിടെ സംഭവിച്ച സീൻ. പിന്നെ ഉള്ളതൊക്കെയാണ് കഥകളുടെ മാറ്റം. കോടതിയിൽ ഇവർ ഫയൽ ചെയ്തു, FIR ആക്കുന്നു, അകത്ത് പോകുന്നു. ലാസ്റ്റ് വിചാരണയിൽ വന്നപ്പോഴാണ് ഏറ്റവും രസം. ഈ തോക്ക് അന്ന് കള്ളത്തോക്കാണെന്ന് പറഞ്ഞു, ലൈസൻസ് സമർപ്പിച്ചു, അതും മാറി. എന്തിനാണ് ഈ കേസ് ഇങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു. 309 IPC ആത്മഹത്യാ ശ്രമവും 307 IPC വധശ്രമവുമാണ്. അപ്പോൾ കോടതി ചോദിച്ചു, ഈ ആത്മഹത്യ, അവിടെ നിന്നാണ് ട്വിസ്റ്റ് മാറുന്നത്, ഈ ആത്മഹത്യാ ശ്രമം എങ്ങനെയാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, അത് എന്തിനാണ് പുള്ളി ആത്മഹത്യ ശ്രമിച്ചത്? കോടതി ചോദിച്ചു. പറഞ്ഞു, അത് വീട്ടുവാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പുള്ളി വാടകക്കാരൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതുകൊണ്ട് പുള്ളി ആ ഒരു വേദനയിൽ തോക്കുമായിട്ട് ഇറങ്ങി ആത്മഹത്യ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചു, ശരി അങ്ങനെയാണെങ്കിൽ അത് പുള്ളിയുടെ വാടക വീടാണ്? അതെ അതെ അതെ. എന്നാൽ പിന്നെ വാടക കരാറ് കാണിക്കാൻ പറഞ്ഞു. വാടക കരാറല്ല, സെക്രട്ടറിയുടെ വീടാണ് തെളിഞ്ഞു. അപ്പോൾ യഥാർത്ഥ വീട് അപ്പുറത്താണെന്നും കൊച്ചിയിലാണെന്നും മനസ്സിലായി, എറണാകുളത്താണ്. പിന്നെ ഇവർ കിടന്ന് തപ്പാൻ തുടങ്ങി. അപ്പം നമ്മൾ പറഞ്ഞു, അടുത്ത ഇത് 307 മർഡർ അറ്റംപ്റ്റ്. അതെങ്ങനെ വന്നു? അവരുടെ കയ്യിലൊരു 1 mm ഹെയർ സ്ക്രാച്ചാണ്. ഇത് പിന്നു പോലുള്ള എന്തോ ഹുക്ക് പോലുള്ള സാധനം പെട്ടെന്ന് ഊരാൻ ശ്രമിക്കുമ്പോൾ എന്തോ രാത്രി എങ്ങാനും കൊണ്ട് മുറിഞ്ഞതായിരിക്കുമെന്ന് നമ്മുടെ അവിടെ നിന്ന് വാദിച്ചു. നാമാവിശേഷമായി. ഇത് 1 mm ഹെയർ സ്ക്രാച്ച് കൊണ്ട് എങ്ങനെ മരണകാരണമാകുമെന്ന് കോടതി ചോദിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറെ ചോദിച്ചു. അപ്പോൾ അതുമില്ല. പിന്നെ എങ്ങനെ ഈ 1 mm ഇത് വന്നു ചോദിച്ചു. അപ്പോൾ അത് വെടിയുണ്ട വന്നപ്പോൾ തട്ടിക്കളഞ്ഞാണ്. അപ്പോൾ കോടതി ചോദിച്ചു, താനെന്തോടെ രജനീകാന്താണോ എന്ന് ചോദിച്ചു. ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങി. അത് കഴിഞ്ഞപ്പം ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള ഈ വാർത്ത അവിടെ അപ്പം ഇട്ടതിനെ മാറ്റിയത് എന്താന്ന് വെച്ചാൽ, NDF-കാരാണ് എൻ്റെ വീട്ടിൽ ആക്രമിക്കാൻ വന്നു എന്നുള്ളത് മറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. അതായിരുന്നു വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കളി മാറിയനെ. അപ്പം പോലീസ് അന്നത്തെ സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, പോലീസിന് എപ്പോഴും അറിയില്ല, ഭരണം മാറുന്നതനുസരിച്ച് ആര് വന്നാലും ആ രീതിയിലായിരിക്കും പോകുക. അങ്ങനെ ആ ഒരു നറേഷനായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തോക്കെടുത്തു. അപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചോദിച്ചു, അയാൾക്ക് തോക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആസ്തി എന്തൊക്കെയായിരിക്കും എന്നറിയാം. പിന്നെ മാത്രമല്ല, കേരളത്തിലെ തിരുവനന്തപുരത്തെ അത്യാവശ്യം ഏറ്റവും നല്ലൊരു ഫിനാൻഷ്യൽ ഒരു സൗണ്ടായിട്ടുള്ള ഒരു ഫാമിലിയുടെ അംഗമാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് 3 ക്ലിനിക്സ് ഉണ്ടായിരുന്നു. പൈസ ഞാൻ അന്നത്തെ ദിവസം പോലും എനിക്ക് ഒരു ദിവസം എനിക്ക് 50,000 75,000 വെറും ദക്ഷിണ മാത്രം കിട്ടുമായിരുന്നു. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഡെയിലി ഞാൻ 250 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഒരു നേരം കഴിക്കാറുള്ളൂ. ക്യാൻസർ രോഗികൾക്ക് സ്കൂൾ കുട്ടികൾ പഠിപ്പിക്കുന്നതിന് 100-300 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് എന്ത് പുല്ലിനെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പുള്ളി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെ ചാരിറ്റി ചെയ്യുന്നത്, നിങ്ങൾ എവിടെ നിന്ന് ഈ പൈസ ഇത്രയെന്ന് ചോദിച്ചു. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഒരാളെടുത്ത് 1 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല. എനിക്കൊരാൾ ചിലപ്പോൾ 500 രൂപയ്ക്കും 5000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും എനിക്ക് തരുന്ന ദക്ഷിണ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. എന്നെ കാണാൻ വരുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയ കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇതൊന്നും ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഒരു കള്ളസ്വാമിയാക്കി, ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവനെ ആ രീതിയിൽ ഇവിടെ ഇതാക്കി, എന്നെ ടാർഗറ്റ് ചെയ്തവന്മാരെ എല്ലാം ഇതാക്കി. ഈ കൊച്ചിയിൽ നിന്ന് പോകുന്ന സമയം വരെ എനിക്കും എൻ്റെ അമ്മയ്ക്കും അവസാനം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതാക്കി. എനിക്ക് ഒരു വാടക വീട് പോലും താമസിക്കാൻ ഇല്ലാത്ത രീതിയാക്കി. എന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇവർ. ഒന്നും വേണ്ടിയില്ല, ഞാൻ അങ്ങനെ ഇവരെ ഏതുവരെ നശിപ്പിക്കുമെന്ന് എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ പേരിൽ നിരന്തരം കേസുകൾ ഇട്ടു. ഈ ആത്മഹത്യ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു നടന്ന പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്തു. തന്നെ ഒന്നും ജീവനോടെ ഉണ്ടായിട്ടില്ല. ഈ ആത്മഹത്യ എന്ന് വാർത്തയിട്ട ലേബി സജീന്ദ്രൻ ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്ത കേരളം കണ്ടു. എന്നെ ഇല്ലാണ്ടാക്കിയ ഒരു ശക്തി പോലും, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചവർ ഇന്ന് നേരെ ചൊവ്വ ഇവിടെ ഇല്ല. ഇതെല്ലാം വെച്ചിട്ട് ജഗതി ശ്രീകുമാർ ഒരു വളരെ മോശമായിട്ടൊരു ഹിമവൽ ചൈതന്യ എന്നുള്ള ഇതാക്കി. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു ജഗതിയുടെ അടുത്ത്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ എന്നെ മോശമാക്കി ഒരു പിക്ചർ കൊണ്ടുവന്നത്? ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് അല്ലല്ലോ, തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സന്യാസിമാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ധർമ്മമല്ല.
കടലാസ് എഴുതി കൊടുക്കലല്ല എൻ്റെ രീതി. എന്നാൽ പിന്നെ താൻ തൻ്റെ പണി നോക്കാൻ പറയും. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ സാധനം വീണ്ടും വർക്കൗട്ടായി. ഞാൻ പറഞ്ഞ ആ പണി താൻ താങ്ങൂല മിസ്റ്റർ ശ്രീകുമാർ എന്നോട്. ചിരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. ആ NH-17 മെയ് 17 ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇത് ബാക്കിയുള്ള പലർക്കും ഒരു പാഠമായിരിക്കണം. കാരണം പവർ ലിമിറ്റഡ് ആണ്, ഫിയർ അൺലിമിറ്റഡ് ആണ്. ആ പേടി അയാൾക്ക് ബാക്കിയുള്ള ഉണ്ടാവണം. ഇനി സന്യാസിമാരെ, ഹിന്ദുക്കളെ, ഈ ധർമ്മത്തെ തകർക്കുന്ന പണി ഇവന്മാരാരും ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് ആ കൂടെ ഇരുന്ന് പാവപ്പെട്ട ഡ്രൈവറിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും പറ്റരുതെന്നും ആ വലിയ ശക്തിക്ക് തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് കയ്യിലുണ്ടെങ്കിൽ ഏതൊരു മന്ത്രിക്കും ഏതൊരു രാഷ്ട്രീയക്കാരനും എന്തുമാകാമെന്നുള്ള ഹുങ്ക് അത് കേരളത്തിൽ മാത്രം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഇറങ്ങി 30 ദിവസം ഞാൻ ജയിലിൽ, എനിക്ക് കോടതി അപ്പം 90 ദിവസം കഴിഞ്ഞ് ഇറങ്ങണ്ട. കോടതിക്ക് മനസ്സിലായി കോടതി എന്നും ധർമ്മത്തിന്റെ ഭാഗം നിൽക്കുന്നതാണ്. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. ഞാൻ പറയുന്നത് കോടതി എന്ന് പറയുന്ന ക്ഷേത്രമാണ്. സനാതന ധർമ്മത്തെ കോർത്തിറക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ജഡ്ജ്, പ്രതിഷ്ഠ. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പൂജാരികളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അവിടെ പ്രാർത്ഥന കാര്യങ്ങൾ ഒരുക്കുന്ന പൂജാരികളാണ് വക്കീലന്മാർ. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഈശ്വരനായി കണ്ടാണ് അവിടുത്തെ പ്രതിഷ്ഠയെ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ ധർമ്മം സ്ഥാപിതമാവണം, അല്ലെങ്കിൽ അത് മറ്റു ശക്തികളിലേക്ക് ആൾക്കാർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കളിയെ മാറും. അപ്പൊ ഞാൻ ഇവരോട് അവിടെ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് എനിക്ക് 31 ദിവസത്തിൽ എനിക്ക് നീതി കിട്ടി, എനിക്ക് ജാമ്യം കിട്ടി. പക്ഷെ ഞാൻ ഇറങ്ങിയിട്ട് വന്നിട്ട് ഞാൻ DYSP എബ്രാഹിമിനോട് ചോദിച്ചു, പോലീസ് SP ഓഫീസിൽ, താങ്കൾ എന്തിനാ എനിക്ക് നിങ്ങളെല്ലാവരും ഈ കേസ് ഇട്ടത്? ഞാനൊരു ക്രിമിനൽ അല്ലായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എന്നെ ക്രിമിനലാക്കി. 2 കണ്ടെയ്നർ പണം എനിക്കാണ് വന്നതെന്ന് മാധ്യമങ്ങൾ എഴുതി. ഇവിടുത്തെ കൊച്ചിയിലെ ഇടുക്കിയിലെ അവിടത്തേക്ക് കഞ്ചാവ് തോട്ടം ഭദ്രാനന്ദൻ്റെ അത് ഒരു തോക്ക് കയ്യിലിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങ് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. അന്ന് വരെ അപ്പോൺ ഗോഡ്, അന്ന് വരെ എനിക്ക് ഒരു അധോലോകവുമായിട്ടോ ഒരു ഇതുമായിട്ടോ എനിക്ക് ഒരു ബന്ധമില്ലായിരുന്നു. അൺടിൽ May 17, 2008. പക്ഷെ ഇന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അറിയേണ്ടവർക്കറിയാം, അതറിഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ കള്ളക്കേസ് എനിക്ക് തന്നത്? G. സുധാകരനെ തല്ലു എന്ന് പറഞ്ഞു. G. സുധാകരനെ തല്ലു എന്ന് പറഞ്ഞിട്ട് കാരണം അയാൾ ശിവഗിരിയിലെ സന്യാസിമാരെയും മറ്റ് സന്യാസിമാരെയും അപമാനിച്ചതുകൊണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വാമി? വി നോ ദാറ്റ് യു ആർ ഇന്നസെന്റ്. അപ്പോൾ ഈ മറ്റേ ഒരു സാധനമുണ്ട്, റെക്കോർഡ് ചെയ്യുന്ന സാധനം. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഓൺ ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഓൺ ചെയ്തു. പെനും പേപ്പറും എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. May 17, 2008. എന്താ നിങ്ങൾ എനിക്കെന്ന വകുപ്പ്? 307 IPC എഴുതാൻ പറഞ്ഞു. പുള്ളിയെ കൊണ്ട് എഴുതിപ്പിച്ചു. 207 IPC മർഡർ അറ്റംപ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി 2009 May 17 എഴുതാൻ പറഞ്ഞു. നിങ്ങൾ ഏത് ഇത് വെച്ചിട്ട് എന്നെ ഇതാക്കിയത്? തോക്കാണ്. ശരി, അതും എഴുതിക്കൊള്ളാൻ പറഞ്ഞു. കലണ്ടർ നോക്കിക്കോ, അടുത്ത ഇതേ May 17 നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കരിദിനമായിട്ട് ആചരിക്കും ഈ തോക്ക് വിഷയത്തിന്റെ പേരിൽ. അടുത്തൊന്നൊരു പോലീസുകാരൻ പറഞ്ഞു, അയ്യേ സാറേ, അവന്റെ കിളി പോയവനാണ്, ഇനി അവന് വല്ല ഇതുകൊണ്ട് ഇപ്പൊ ആരും പട്ടി പോലും മൈൻഡ് ചെയ്യാത്ത പോലെ. ഇതിന് ചില പോലീസുകാർക്കുണ്ടല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ അയാളിങ്ങനെ നോക്കിയിട്ട് ഞാനൊന്നും വേണ്ടിയില്ല, എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, പോയി ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ പറയരുത്. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പറയരുത്. മാറാട് വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ കടൽ തീരത്ത് കുറെ പേര് കൊല്ലപ്പെട്ടതിന്റെ പേരിലാണ് തുടങ്ങിയ പ്രശ്നമാണല്ലോ ആലുവ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയത്, അല്ലെങ്കിൽ വെടിവെപ്പിലെത്തിയത്. അതുകൊണ്ട് അതൊരു കടൽ തീരത്ത് തന്നെ അതിന് ഒരു മറുപടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതേ May 17, 2009 ഒരു വലിയൊരു വെടിവെപ്പ് അവിടെ ഉണ്ടായി. ഞാനത് ഓപ്പൺ മീഡിയയുടെ മുന്നിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇന്ന് AI കാലമാണ്. എല്ലാം തെളിവുകൾ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ May 17, 2008 ആലുവ പോലീസ് സ്റ്റേഷൻ ഫയറിംഗ്, May 17, 2009 ഭീമാപള്ളി പോലീസ് ഷൂട്ടിംഗ്. പോലീസ് തന്നെ തോക്കെടുത്തു, ബൂട്ടിട്ടല്ല ചവിട്ടിക്കൊന്നത്, ലോക്കപ്പ് മരണമല്ല, തോക്ക് തന്നെ എടുത്തു. ഏപ്രിലും അല്ല, ജൂണിലും അല്ല, മെയ്യിൽ തന്നെ. 16 അല്ല, 19 അല്ല, 16 അല്ല, 18 അല്ല, 17 തന്നെ. സെയിം ഡേ May 17. അത്
ഇവിടെ അറിയിക്കേണ്ട ചില ശക്തികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് ഇവിടെ എത്തിയേ പറ്റൂ. അതിനുശേഷം പിന്നെ CPM ലാസ്റ്റ് ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ എൻ്റെ സംസാരം, ഫൈറ്റ്, ഇവിടുത്തെ മത തീവ്രവാദികൾക്കെതിരെയുള്ള ഇത്, അതിനൊക്കെ എന്നെ പല രീതിയിൽ ഒരു വേട്ടയാടാൻ ശ്രമിച്ചു. 59 ദിവസം പിടിച്ച് മയക്കുമരുന്ന് മാഫിയക്കെതിരെ സംസാരിച്ചതിൻ്റെയും ഇവിടുത്തെ തീവ്രവാദ ശക്തികളുടെ പേര് വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നതിൻ്റെയും പേരിൽ എന്നെ പിടിച്ച് 59 ദിവസം തോക്ക് വിഷയത്തിൻ്റെ കേസിന് വിധി വന്ന് എനിക്ക് എന്നെ വിട്ടു എന്ന് പറഞ്ഞ് അതേ ദിവസം പിടിച്ച് 59 ദിവസം അകത്തിട്ടു. പിന്നെ നേരെ പിടിച്ച് ഇതിൻ്റെ കഥ പറയാനും ഈ വിഷയം പറയാനും DGP അറിയിക്കാൻ പോയപ്പോൾ റോട്ടിൽ നിന്ന് എൻ്റെ പേരിൽ എന്നെ പിടിച്ചകത്തിട്ടു 6 ദിവസം. അതായിരുന്നു CPMൻ്റെ ലാസ്റ്റ് കളി. പിന്നെ CPMന് നിക്കറിടാൻ സമയം കൊടുത്തിട്ടില്ല. പിന്നെ ഇന്നും നേതാക്കന്മാരുടെ മക്കൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഈ കേസുകളായിട്ട് ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ തോക്കുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ചാപ്പയടിച്ച് കളിക്കുന്നവന്മാർ അങ്ങനെ കളിക്കട്ടെ. അത് ഇവന്മാരൊന്നും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലല്ലോ. ഫേസ്ബുക്കിൽ വന്ന് മാസ്കിൽ ഇട്ട് വന്ന് ലോക്ക്ഡ് പ്രൊഫൈലിൽ വന്ന് ആർക്കും തെറി വിളിക്കാൻ അറിയും. ഹൂ കേഴ്സ്? ഈ മെയ് 17 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പൊ കയറുകയാണ്. ഈ ജഗതി ശ്രീകുമാറിനെ അങ്ങ് പോയി കണ്ടു എന്ന് പറയുന്നു, ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും ഇതേ 17 റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. NH-17 വെച്ചിട്ടാണ് എന്നാ അദ്ദേഹത്തിന് NH-17 എന്ന പേര് മാറി. ആഫ്റ്റർ ദാറ്റ് ആക്സിഡന്റ് ദാറ്റ് നെയിം ഹസ് ചേഞ്ച്. എങ്ങനെ ഇന്നിപ്പോ NH-17 അല്ലല്ലോ, ഇന്നത് ഓക്കെ 66 അങ്ങനെ എന്തോ വന്നു. ആ വർഷം. പക്ഷെ ആ NH-17 പക്ഷെ അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. അദ്ദേഹം പിന്നീട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമില്ല. പണി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത് എന്തായാലും ആദ്യം മുതൽ നമ്മൾ പറയുന്നുണ്ട് പണിയുടെ ഒരു കാര്യം. പക്ഷെ എന്തായിരുന്നു ആ പ്ലാൻ അല്ലെങ്കിൽ പണി? ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ലേ?